നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നോക്കണേ ഒരവസ്ഥ, ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബെന്ന് നിരന്തരം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന റയൽ മാഡ്രിഡിന് തങ്ങളുടെ താരങ്ങൾ തമ്മിൽ തല്ലിയതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കേണ്ടി വരികയാണ്. നാഴികയ്ക്ക് 40 വട്ടം ഈ പ്രസ് കോൺഫറൻസുകളിൽ ഞങ്ങൾ റയൽ മാഡ്രിഡാണ്, വി ആർ റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന അൽവാരോ അർബിലോവ ഇങ്ങനെ ഒരു അടി ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെട്ടതൊന്ന് ശാന്തമാക്കാൻ പോലും ശ്രമിച്ചില്ല എന്ന വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നത് നിങ്ങൾ ഓർക്കണം. ഏതായാലും ഫെഡെ വാൽവെർദെ വേഴ്സസ് ഷൂമനി ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയി. അടിയുണ്ടായി, വാൽവെർദയുടെ തലക്ക് പൊട്ടലേറ്റു, സ്റ്റിച്ചിട്ട് നിൽപ്പാണ്. എന്താ സംഭവിച്ചത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സംഭവിച്ചതിൻ്റെ നാൾവഴികൾ സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. നമ്മളതിനെക്കുറിച്ച് ഇന്നലെ രാത്രി തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന്. വീണ്ടും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പകരം റയലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക്, ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡ് അനൗൺസ് ദാറ്റ് കഴിഞ്ഞ മോർണിംഗിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ഫെഡെ വാൽവെർദേക്കും ഓർലിൻ ഷുവാമനിക്കുമെതിരെ ആരംഭിച്ചിട്ടുണ്ട്. ക്ലബ്ബ് ഈ ഒരു 2 കേസിൻ്റെയും, അതായത് ഷൂമനിയുടെയും അതുപോലെ വാൽവെർദേയുടെയും കാര്യത്തിൽ എന്ത് ഔട്ട്കമാണ് ഈ ഒരു പ്രൊസീജിയറിലൂടെ ഉണ്ടാവുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയിക്കും. വൺസ് ദി കറസ്പോണ്ടിങ് ഇൻറ്റേർണൽ പ്രൊസീജിയേഴ്സ് ഹാവ് ബീൻ കംപ്ലീറ്റഡ്, ഈ അന്വേഷണം അവസാനിച്ചു കഴിഞ്ഞാൽ എന്ത് തീരുമാനം എന്നുള്ളത് ക്ലബ്ബ് പിന്നീട് അറിയിക്കുമെന്നാണ് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ റയൽ മാഡ്രിഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത്. ഏതായാലും ഫെഡെ വാൽവെർദേക്ക് പരിക്കും പറ്റി, 1-2 ആഴ്ച പുറത്തിരിക്കേണ്ടിയും വരും. എൽ ക്ലാസിക്കോ പോലുള്ളൊരു പോരാട്ടം ഇതാ തൊട്ടരികിൽ നിൽക്കുന്നു. റയൽ ആകെ ഡിപ്ലീറ്റഡ് ഒരു സ്ക്വാഡും കൊണ്ടാണ് എൽ ക്ലാസിക്കോക്ക് ക്യാമ്പ് നൗവിൽ പോകുന്നത്. ബാഴ്സയാവട്ടെ ഹൈലി ചാർജ്ഡ്, ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് അക്കളിയിൽ റയലിനെ തോൽപ്പിച്ചാൽ കിരീടം ചൂടാമെന്ന ഒരു നിലയിലും നിൽപ്പാണ്. എന്താവും എൽ ക്ലാസിക്കോയിൽ അവസ്ഥ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.